ഹലോ കുട്ടീസ്, അപ്പം നമ്മളിന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്യുക. അതിനുശേഷം 3 സ്പൂണ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 സ്പൂൺ കോൺഫ്ലോറാണ്. ഇത് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോൺഫ്ലോറും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂൺ സോയാ സോസാണ്. സോയാ സോസിൻ്റെ അളവ് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കയ്പ്പ് പോലത്തെ ഒരു ടേസ്റ്റ് പുറത്തേക്ക് എടുത്ത് കാണിക്കും. പിന്നെ നമ്മൾ ഒരു മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നമ്മളിനി അടുത്ത പണിയിലേക്കാണ് കടക്കുന്നത്. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് നീളത്തിലുള്ള ബസ്മതി റൈസ് കഴുകി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അരിയിലേക്ക് അതിനാവശ്യമായ ഉപ്പും കൂടെ നമ്മൾ ഇതിനകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. പകുതി വേവാകുമ്പോൾ അത് കോരിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരി പകുതി വേവാകുമ്പോൾ നമ്മൾ ഊറ്റി മാറ്റി വെക്കണം. പിന്നീട് ഒരു 3 മുട്ട എടുത്തിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുകയാണ് ആ സെയിം പാത്രത്തിൽ തന്നെ. പിന്നെ അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ആദ്യം തന്നെ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും എണ്ണയിലിട്ടിട്ട്, അതായത് നമ്മളിവിടെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ മാറിപ്പോവും. ഇത് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറാവണ വരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ചത് വേവാൻ ആവശ്യമായ ഉപ്പ് മാത്രം ആഡ് ചെയ്യുക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ അരി വേവിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഈ മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഉപ്പിടാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ നന്നായി നമ്മൾ സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നീട് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് സോയാ സോസാണ്. സോയാ സോസ് ഒരു 2 സ്പൂൺ 3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച അരിയും സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സെറ്റാക്കി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നീട് ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് നമ്മളിനി തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കടായി എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക. അത് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞ സബോള ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതിന് ശേഷം സബോള വാടുന്ന വരെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് പിന്നീട് ക്യാപ്സിക്കും അതുപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആണ് സോസുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ്, ഇതിൻ്റെ അളവുകൾ ഞാൻ പറഞ്ഞുതരാം. ടൊമാറ്റോ സോസ് 3 സ്പൂണ്, സോയാ സോസ് 2 സ്പൂണ്, ഗ്രീൻ ചില്ലി സോസ് അല്ലെങ്കിൽ സാധാ റെഡ് ചില്ലി സോസ് 1 സ്പൂണ് ആഡ് ചെയ്യുക. നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ വറക്കുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആലോചിച്ചിട്ട് ആ ചിക്കൻ വറുത്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് നേരം സോട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ കോൺഫ്ലോർ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു 3/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഗ്രേവിക്ക് ആവശ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. ഇതെപ്പോഴും ചൂടോടുകൂടി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.